ഹലോ ഗൈസ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തിരുപ്പതി സെൻറ്ററിൽ നിന്നാണ്. തിരുപ്പതി സെൻറ്ററിൽ നിന്ന് നമുക്ക് എങ്ങനെ തിരുമല ക്ഷേത്രം, അതായത് തിരുപ്പതി ടെമ്പിളിലേക്ക് പോയിട്ട് വരാം എന്നുള്ളതാണ് ഈ വീഡിയോ. ഞാനിപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് റൈറ്റ് എടുത്ത് തിരിയുമ്പോഴാണ് നമുക്ക് തിരുപ്പതി ബസ് സ്റ്റാൻഡ് കാണാം. അപ്പോൾ സ്വന്തം വണ്ടിയിലോ അല്ലാതെയോ എങ്ങനെ വന്നാലും ഈ തിരുപ്പതി സെൻറ്റർ ഇതിൽ കൂടി തന്നെ പോകേണ്ടി വരും. തിരുപ്പതി സെൻറ്ററിൽ നിന്ന് ഇത് കണ്ടോ, ഇതാണ് ഈ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഈ റോഡ് കണ്ടു കഴിയുമ്പോൾ നേരെ പോകുമ്പോഴേക്കും തൊട്ട് മുകളിലൊരു ഫ്ലൈ ഓവർ ഉണ്ടാവും. ആ ഫ്ലൈ ഓവർ കയറി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താണ് നമ്മൾ പോകേണ്ടത്. ഈ ലെഫ്റ്റിൽ കാണുന്ന ബിൽഡിങ്സൊക്കെ ഇപ്പോൾ ഹോട്ടൽ റൂംസ്, ചായക്കട, ട്രാവൽസ് ഓഫീസ്, പിന്നെ ചെറിയ ചെറിയ ഷോപ്പിങ്ങിന് പറ്റിയ പരിപാടികൾ, അതും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഈ പോകുന്ന ബസ്സുണ്ടോ, ഈ പോകുന്ന ബസ്സിനെ പോലത്തെ നോർമലി ഉള്ള സാധാ ബസ്സുകളുണ്ട്. ഇതിനൊക്കെ ഒരു 50 രൂപ, 60 രൂപ, 90 രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും ടിക്കറ്റ്. ഇത് തന്നെ AC ബസ്സും ഉണ്ട്. ഇതിൽ ഡീസലിൽ ഓടുന്ന വണ്ടിയും ഉണ്ട് നമുക്ക്. പിന്നെ AC ബസ്സൊക്കെ ഇലക്ട്രിക് വണ്ടിയും ഉണ്ട്. പിന്നെ ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, ഈ ബിൽഡിങ്ങിലാണ് നമുക്ക് സ്റ്റേ അടിക്കാൻ പറ്റുക. ഇവിടെ വരുന്നവർക്കൊക്കെ ഗ്രൂപ്പായിട്ട് അല്ലാതെയുള്ള ഡോർമെറ്ററി, സിംഗിൾ റൂംസ് അങ്ങനെയൊക്കെ സ്റ്റേ അടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പാലം കണ്ടിന്യൂ ചെയ്തിട്ട് കുറച്ച് ദൂരം പോകുന്നു. ഇത് ആക്ച്വലി ലോങ് പാലം കേട്ടോ, അത്യാവശ്യം നല്ല ദൂരം, 1 കിലോമീറ്റർ അബോവ് ഡിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നത്. ഈ പാലം ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒരു ജംഗ്ഷൻ എത്തും. ആ ജംഗ്ഷനും കാരണം നല്ല വ്യൂ ആണ്, നല്ല മൗണ്ടൻ വ്യൂ ആണ്. ആക്ച്വലി തിരുപ്പതി ചുറ്റും ഈ പറഞ്ഞ ഒരു മൗണ്ടൈൻസ് കവർ ചെയ്തിരിക്കുന്ന സിറ്റി കേട്ടോ. നല്ല ക്ലൈമറ്റാണ്, നല്ല ഫോഗി ആയിട്ടുള്ള. നൈറ്റ് ടൈമിലൊക്കെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ മുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ കിട്ടലും വ്യൂ ആണ്, ഒരു രക്ഷ ഉണ്ടാവില്ല, നല്ല സൂപ്പർ വ്യൂ ആണ്. ആക്ച്വലി ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും കേട്ടോ, അതുകൊണ്ട് ഇത് പാർട്ട് 1, പാർട്ട് 2 ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. കുറേയൊക്കെ കട്ട് ചെയ്താലും ഈ കാണുന്ന വ്യൂ ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പാർട്ട് 2 കൂടി ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. ഇനിയിപ്പോൾ ഈ ബ്രിഡ്ജ് ഇറങ്ങണം. ഈ ബ്രിഡ്ജ് ഇപ്പോൾ ഓടിച്ചിട്ട് തീർന്നില്ല, നല്ല ലെങ്ത് ഉണ്ട് കണ്ടോ. ഈ ലെഫ്റ്റും റൈറ്റും 2 സൈഡ് തിരിഞ്ഞാൽ ഫുള്ള് മൗണ്ടൈൻസ് ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഈ പാലം ഇറങ്ങിയിട്ട് ഒരു പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് പെട്രോൾ അടിച്ചിട്ട് പോകാം. പെട്രോൾ അടിച്ചു. 200 റുപ്പീസിനാണ് പെട്രോൾ അടിച്ചിരിക്കുന്നത്. ഈ ട്രിപ്പ് ആകെ 200 റുപ്പീസ് ബഡ്ജറ്റ് ട്രിപ്പാണ്. കാരണം ശരിക്കും അത്രയും പെട്രോൾ വേണ്ട. അപ്പ് ആൻഡ് ഡൗൺ ഒരു 50 കിലോമീറ്റർ താഴെ ഉള്ളൂ ഈ മല കയറി ഇറങ്ങി വരാനായിട്ട്. നമ്മൾ ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നില്ല, അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിന് അവിടെ വരെ പോയിട്ട് തിരിച്ച് വരാനാണ്. ഇപ്പോൾ തിരുപ്പതിയിൽ എത്തിക്കഴിഞ്ഞാൽ ആകെ ഒരു 100 രൂപയുടെ പെട്രോൾ, നല്ല മൈലേജുള്ള വണ്ടിയാണെങ്കിൽ 100 രൂപയുടെ പെട്രോൾ മതി. ഞാൻ ജസ്റ്റ് ഒരു 200 അടിച്ചിട്ടുള്ളൂ. പിന്നെ പറ്റിയെങ്കിൽ അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കണം, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യണം, തിരിച്ച് വരണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നേരെ പോകുമ്പോൾ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. ചെക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത് ശരിക്കും നമ്മളിപ്പോൾ ഇവിടെ സിറ്റിയിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റും മലയാണുണ്ടോ. ഈ മലയുടെ മുകളിൽ കൂടി നമ്മൾ പോകുമ്പോൾ കാണുന്ന കാഴ്ച നമ്മൾ ചുറ്റും താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ തിരുപ്പതി സിറ്റിയുടെ ഒരു കിടിലൻ വ്യൂ ഉണ്ട്. അത് ഈ വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് വേണ്ട ഈ ഹോട്ടലൊക്കെ അല്ലേ, ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കാം. ഈ റൈറ്റ് സൈഡിൽ എന്തൊരു വാട്ടർഫാൾസ് സെറ്റപ്പൊക്കെ ഉണ്ട്. അതെന്തായാലും തിരിച്ചിറങ്ങാൻ പറ്റുമെങ്കിൽ നോക്കാം, ക്ലൈമറ്റ് ഓക്കെ ആണെങ്കിൽ. ഈ റോഡ് ഇപ്പം നേരെ ചെല്ലുന്നത് വീണ്ടും ഇതേപോലെ ഒരു ആർച്ചിൻ്റെ അടുത്തേക്ക്, ഒരു ജംഗ്ഷൻ്റെ അവിടേക്ക് ചെല്ലും. അപ്പോൾ അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ബംഗളൂരു, ചിറ്റൂരൊക്കെ പോകാനായിട്ട് ആ റൂട്ട് അങ്ങോട്ട് പോവാം. നാട്ടിലോട്ട് പോകാനാണെങ്കിൽ ബാംഗ്ലൂർ, മൈസൂർ, കാലിക്കറ്റ് അങ്ങനെ നമുക്കാണെങ്കിൽ ടച്ച് ചെയ്ത് തിരിച്ച് നാട്ടിലോട്ട് എത്താം. അല്ലാണ്ടെങ്കിൽ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 കിലോമീറ്റർ ഫോറസ്റ്റ് റൂട്ടിൽ കൂടി ഹെയർ പിന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ തിരുമല അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താൻ പറ്റും. അറൗണ്ട് ഒരു 30 സംതിങ് ഹെയർ പിൻ ഉണ്ട്. പക്ഷേ എല്ലാം ഭയങ്കര ക്വിക്കാണ്. അത്ര ഹെയർ പിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാൽപ്പാറ ഇറങ്ങണ അതിലുള്ള അങ്ങനത്തെ റോഡില്ല, നമുക്ക് ഓവർ സ്പീഡിലൊന്നും ഓടിക്കാൻ പറ്റില്ല. റോഡ് ഒരു ആവറേജ് വിട്ടേ ഉള്ളൂ റോഡിന്. അതിപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ഈ കാണുന്ന ഈ ടാറിൻ്റെ അത്രേ ഉള്ളൂ. അതിനകത്ത് തന്നെ ഓപ്പോസിറ്റ് വണ്ടികളും വരും. നമ്മൾ നോക്കി ഓടിക്കണം. ഓവർ സ്പീഡിലൊന്നും നമുക്ക് അങ്ങനെ റൈഡേഴ്സിനെ കൊണ്ടിട്ട് പിടയ്ക്കാൻ പറ്റിയ റൂട്ടൊന്നുമല്ല. ഇത്തിരി റിസ്ക്കിയാണ്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്ലോവിൽ ഓടിച്ച് എൻജോയ് ചെയ്യാം. പക്ഷേ എല്ലാ റൈഡേഴ്സും ഈ ലോങ് ട്രിപ്പൊക്കെ ചെയ്യുന്നവർ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള റൈഡേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓവറായിട്ട് ഈ
സ്പീഡൊന്നും ഇഷ്ടപ്പെടാത്തവരും അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്തേക്ക് പോയിട്ട് നല്ല പീസ്ഫുള്ളായിട്ട് പോയിട്ട് വരണമെന്നുള്ള ഒരു ലോങ് റൈഡൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരു ഡിവൈൻ ട്രിപ്പ് പോലെ നമുക്ക് ഇതുപോലൊക്കെ വന്നിട്ട് പോവാം. നേരെ അവിടെ തിരുപ്പതി റൂട്ട് പിടിക്കുക, സേലം ഈ റോഡ് അങ്ങനെ കട്ട് ചെയ്ത് നേരെ തിരുപ്പതി ചിറ്റൂർ ബോർഡർ വഴി നേരെ തിരുപ്പതിക്ക് വരാം. തിരുപ്പതി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു ദിവസം അവിടെ സ്റ്റേ അടിച്ചിട്ട് തിരിച്ച് പോവാം. 650 കിലോമീറ്ററൊക്കെ ഉള്ളൂ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് പോവുകയാണെങ്കിൽ, വലിയ എക്സ്പെൻസും ഇല്ല. എല്ലാവരും എന്നെപ്പോലെ ബഡ്ജറ്റ് ട്രിപ്പ് വരുന്നൊന്നും പറയുന്നില്ല, ഞാൻ പർപ്പസ്ഫുള്ളി വന്നതാണ്. എനിക്കും ഒരു തണ്ടർബേർഡ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് ഇത്തിരി ഹൈ ആയതുകൊണ്ട് ഞാൻ സീറ്റ് തന്നെ ചൂസ് ചെയ്ത് വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ചധികം പണികളുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്ത് വന്നിരിക്കുന്നത്. നമുക്ക് പോകേണ്ടത് ഈ റൂട്ടാണ് കേട്ടോ, തിരുപ്പതി മലയുടെ മുകളിലേക്ക് പോകുന്ന വഴി. നമ്മൾ ഫസ്റ്റ് എൻട്രൻസ് കടന്നു കേട്ടോ, അത് ഈ എൻട്രൻസിൽ നിന്നാണ് വന്നത്. ഇപ്പോൾ അടുത്തത് ഈ കാണുന്ന ടോൾ ബോട്ടിൽ കൂടിയാണ് പോകേണ്ടത്. ഇതിപ്പോൾ 2 വീലറൊക്കെ അലൗഡ് എങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, പോയി നോക്കാം. ക്യാമറ വെച്ചിരിക്കണത് കൊണ്ട് അതിന് വല്ലതും പറയോ. ചെക്കിംഗ് ഒക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ ചെക്ക് ചെയ്തിട്ട് കയറ്റി വിടുന്നുള്ളൂ. കുഴപ്പമൊന്നുമില്ല, കയറി പോകാൻ പറ്റും തോന്നണം. കൈയൊക്കെ കാണിച്ചു, കയറ്റി വിട്ടു, വേറെ ഒന്നും പറയുന്നില്ല. ഇവിടെ ഫ്രിസ്കിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തായാലും ക്യാമറ ഓഫ് ചെയ്തു. പൊക്കി ഗൈസ്, പൊക്കി. ഓഫീസർ നല്ല ആളായിരുന്നു, പക്ഷേ പുള്ളി പറഞ്ഞ വീഡിയോസ് അലൗഡ് ഇല്ല, നിങ്ങൾ മറ്റേ ക്യാമറയിൽ എല്ലാം റെക്കോർഡിംഗ് ആണ്, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ പുള്ളി കുഴപ്പമൊന്നുമില്ല, ഡിലീറ്റ് ചെയ്യുന്നമാർ കാണിച്ചിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് എടുത്ത വെറുതെ ഒരു ക്ലിപ്പ് മാത്രം ഡിലീറ്റ് ചെയ്തു, പക്ഷെ അത് റിക്കവർ ചെയ്ത് എടുക്കാവുന്നുള്ളൂ, നോ ഇഷ്യൂസ്. ഇവിടെ നിന്നാണ് തോന്നണം കേട്ടോ ആക്ച്വലി നമുക്ക് ഹൈ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് കടന്നു കൂടി വേണം വരാൻ. ഈ കാണുന്നതാണ് മല. ആക്ച്വലി ഇവിടെ ആന്ധ്രയിൽ ഞാൻ ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ ഇത് മുമ്പൊരു തവണ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങൾ വന്നത് ഈ തെലുങ്കാന പ്രശ്നം നടക്കുന്ന സമയത്ത് വന്നതുകൊണ്ട് രസകരമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. വേറൊന്നുമില്ല, ഞങ്ങളിവിടെ ഹൈവേയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാളഹസ്തി എന്നുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ വണ്ടിയൊന്നും ഇല്ലാത്ത കാരണം അന്ന് തെലുങ്കാനയുടെ പ്രശ്നം നടക്കുന്നുണ്ട്, ഭയങ്കര എന്തൊരു വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെന്ന് അങ്ങോട്ട് കയറി കൊടുത്തു. ഹൈവേയിൽ നിന്ന് ഓട്ടോ വിളിച്ചാണ് ഈ അമ്പലത്തിനവിടേക്ക് പോയത്. അപ്പോൾ ഈ അമ്പലത്തിനവിടെ എത്തിയത് മാത്രമേ ഓർമ്മ ഉണ്ടായുള്ളൂ. ഒരു കൂട്ടം ആൾക്കാരൊന്ന് വണ്ടി തടഞ്ഞ് വണ്ടിക്കാരന് 2 കൊടുത്ത് ഞങ്ങൾ വാൺ ചെയ്തു. എന്നൊക്കെ പിടിച്ച് ഇങ്ങനെ ഷട്ടുമലൊക്കെ പിടിച്ച് മാറ്റി നിർത്തി ആരെന്താണെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഇന്ന പോലെ സ്റ്റുഡൻ്റാണ്,
വഴിപാടുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നാൽ എനിക്കറിയില്ല, ഇങ്ങനത്തെ സംഭവമൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണക്കിന് അവരെ പ്ലീസ് ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ആ സംഭവത്തിലൊരു ഗുണമുണ്ടായിരുന്നു. ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് ആ 2 കിലോമീറ്ററിന് 50 റുപ്യാണ് അന്ന് അവർ മേടിച്ചത്. 50 റുപ്യ അവർ തിരിച്ച് മേടിച്ച് തന്നു. മേടിച്ച് തന്നിട്ട് ആ കാണുന്നതാണ് വഴി, നേരെ അമ്പലത്തിൽ പോവുക, തൊഴ, വന്ന വഴി തന്നെ നടന്ന് ഹൈവേ പോയി കഴിഞ്ഞാൽ ലോങ് റൂട്ട് ഓടുന്ന ബസ് കിട്ടും, ഇനി ഈ വഴി വരരുത് നിന്ന് വാൺ ചെയ്ത് വിട്ടു. അങ്ങനെ ആന്ധ്രാപ്രദേശായിട്ടൊരു രസകരമായൊരു സംഭവമുണ്ട്. ഇത് പറയുമ്പോൾ ഇങ്ങനെ തീർന്നെങ്കിലും അന്ന് അനുഭവിച്ചപ്പോൾ ഭയങ്കര ത്രില്ലിങ്ങും. അത് കഴിഞ്ഞിട്ട് നേരെ അപ്പുറം ബോർഡർ കടന്ന് ചെന്നൈയിലൊക്കെ എത്തിയിട്ട് ഞങ്ങൾ ചെന്നൈ വഴിയാണ് വന്നത്. നാട്ടിൽ നിന്ന് ചെന്നൈ വന്ന് ഇറങ്ങിയിട്ട് ചെന്നൈയിൽ നിന്ന് അവിടേക്ക് ബസ്സിൽ പോയിട്ട് അങ്ങനെയാണ് വന്നത്. അപ്പോൾ തിരിച്ച് ചെന്നൈയിലെത്തി റൂമൊക്കെ എടുത്ത് ഈ ക്ഷീണം മാറാനായിട്ട് 2 അടിച്ച് കിടന്നുറങ്ങി. ഇതോർത്ത് ഒരുപാട് ചിരിച്ച്. ഇടി കിട്ടാത്തത് ഭാഗ്യം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഈ അടുത്തായിട്ടാണ് 1-2 തവണ ആയിട്ട് ആന്ധ്രാപ്രദേശൊക്കെ വരേണ്ടി വന്നത്. ഞാൻ ഇതിന് മുൻപും ലാസ്റ്റ് ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു, 1-2 തവണ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് റിലേറ്റീവ് വീട്ടിൽ നിൽക്കും, വീട്ടിൽ ഓരോ പരിപാടിയിലൊക്കെ ആയിട്ട് തിരിച്ചു പോയി. ഇങ്ങോട്ടേക്ക് തിരുപ്പതിയിലോട്ട് തിരുമലയിലോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഈ തവണ വന്നതല്ലേ, ഇതൊന്ന് കണ്ടു കളയാം എന്നൊരു ഇതായിരുന്നു. പിന്നെ ഒരു റൈഡറിന് ഇതുപോലൊരു ഹൈ റേഞ്ച് വണ്ടി ഓടിക്കാൻ കിട്ടുന്ന അവസരം ഒരിക്കലും കളയില്ലല്ലോ. അപ്പം അങ്ങനെ ഈ റൂട്ട് എടുത്തു. ഇത് വളരെ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ, ഒരു 10-20 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ നല്ല സീനിക്കായിട്ടുള്ള റൂട്ടാണ്. പിന്നെന്താണ്, നമ്മൾ ഓവർ സ്പീഡൊന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടില്ലേ, ഈ റൂട്ട് വളരെ നേരമായിട്ടുള്ള റൂട്ടാണ്. പിന്നെ നമ്മുടെ അവിടുത്തെ പോലെ നമ്മുടെ നാട്ടിലും തമിഴ്നാട്ടിലും പോകുമ്പോൾ ഹൈ റേഞ്ചിൽ കടച്ചു പോകണ മാതിരൊന്നും ആൾക്കാർ അങ്ങനെ അധികം പോകുന്നില്ല. വളരെ ഞാൻ ചെറിയ റിസ്ക് എടുക്കട്ടെ, കാരണം ഈ ബസ്സിൻ്റെ വ്യൂ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അങ്ങോട്ടേക്കുള്ള ബസ്സുകളായിരിക്കും. പാർക്ക് റൂൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ഇട്ടിട്ട് ഇടാം കേട്ടോ. ഞാൻ ഈ കൈഡ് മാസ്റ്റർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിനകത്ത് മ്യൂസിക് ആഡ് ചെയ്യാമെന്നുള്ള ഓപ്ഷൻസ് പേയ്മെൻറ്റ് ചെയ്താലുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ നോർമലി ഫ്രീ സബ്സ്ക്രിപ്ഷനിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് കുറച്ച് നേരം സൈലൻ്റൊക്കെ ആയിരിക്കും വീഡിയോ. അതായത് നോർമൽ വീഡിയോ എടുത്തതിൻ്റെ നോർമൽ വോയിസ്, ആ സൗണ്ട് മാത്രമായിരിക്കും കിട്ടുന്നത്. ബാക്കി ഡീറ്റെയിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കിട്ട് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഒരുപാട് ലെങ്ത് ഉണ്ട് വീഡിയോ. ഈ ലെങ്ത്തിൽ കണ്ടാലേ നിങ്ങൾക്ക് ഈ വ്യൂ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ റൂട്ട്. അതിന് വേണ്ടിയിട്ടാണ്. ഇതില്ലേ, ഇതുപോലത്തെ ഒരു ചെറിയ വണ്ടിയിൽ കേരളത്തിൽ നിന്ന് ഇവിടം വരെ വന്നാലും യാത്രയിലൂടെ കിട്ടുന്ന ലഹരി കിട്ടും. ഞാൻ ലഹരിനെ മെൻഷൻ ചെയ്തത് ആ ഒരു ഫീലിനെയാണ്, അല്ലാണ്ട് എന്ത് വ്യൂ ആണിത്. ഓ മൈ ഗോഡ്. ബാക്ക് ടു ദ പോയിന്റ്. ആക്ച്വലി വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി കുറച്ച് ഞാൻ കട്ട് ചെയ്തതാണ്. ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ സ്റ്റുഡൻ്റാണ്, അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞിട്ട് വന്നതാണ്, എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ ഞങ്ങളെ പിടിച്ചതിലും ഒരു ഗുണമുണ്ട്. ഈ 2 കിലോമീറ്റർ ഓട്ടോയിൽ പോകാനായിട്ട് ആ ഓട്ടോക്കാരൻ ചോദിച്ചത് 50 റുപ്പീസാണ്. നമ്മൾ ടൂറിസ്റ്റ് അല്ല, ഓക്കെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ 50 റുപ്പീസ് കൊടുത്തായിരുന്നു. ഈ
പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ നേരെ ആ 50 റുപ്പീസ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ആ കാണുന്നതാണ് അമ്പലം, നേരെ തൊഴാം, ഇവിടെ ഹൈവേയിലേക്ക് എനിക്ക് വന്നാൽ അത്രയും ദൂരമുള്ളൂ, അപ്പോൾ ലോങ് സർവീസ് പോകുന്ന ബസ്സുകൾ ഉണ്ട് തമിഴ്നാട്ടിലോട്ട്, അതായത് ചെന്നൈയിലേക്ക് പോകുന്ന ബസ്സുകളുണ്ട്, അത് കയറി വേഗം സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നു, ഇൻകംപ്ലീറ്റ് ആയിട്ട് തൊഴുതു. ബട്ട് അത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയി മാറിപ്പോയി. അത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നിട്ട് പിന്നെ അമ്പലത്തിനുള്ളിലൊക്കെ കയറിയപ്പോഴും കുറേ ആൾക്കാരൊക്കെ നമ്മുടെ ഈ ഒരു സാധനങ്ങളൊക്കെ വിൽക്കാൻ അറിയാത്ത ആൾക്കാർ വാങ്ങിക്കാനൊക്കെ നോക്കി. ആസ് യൂഷ്വൽ എല്ലായിടത്തും ഉള്ള ചെറിയ തിന്നുകൾ ഞങ്ങളതൊന്നും വാങ്ങിച്ചില്ല. ബിക്കോസ് അതിന് മുമ്പ് ഒരു മുട്ട പണി കിട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ കഴിഞ്ഞിട്ടാണ് നല്ല വൃത്തിയായിട്ട് അടുത്ത വീഡിയോ കുറച്ചൊന്ന് ഡീറ്റെയിൽ വെച്ചിട്ട് പാർട്ട് 2 ആയിട്ടിടാം. കാരണം ഈ ഹൈലൈറ്റ് മൊത്തം കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിപ്പോയി. സോ സെക്കൻഡ് പാർട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.